തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള മന്ത്രി പി രാജീവിന്റെ ഒരു പ്രതികരണത്തോടു കൂടി തുടങ്ങുകയാണ് നമ്മൾ ഹലോ മലയാളത്തിന്റെ ഈ മണിക്കൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പി രാജീവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടതുമുന്നണി സീറ്റുകൾ വർദ്ധിപ്പിച്ച് അധികാരത്തിൽ വരും. എറണാകുളം ജില്ലയിൽ LDF സീറ്റ് നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വോട്ടെണ്ണാനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. പല കണക്കുകളുമായി മുന്നണികൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും മന്ത്രി പി രാജീവ് തന്നെയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. രാജീവ്, എങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ 14 സീറ്റ് നേടുമെന്നാണ് UDF പറയുന്നത്. ഒപ്പം തന്നെ 100-ലധികം സീറ്റുകൾ നേടി സംസ്ഥാനത്ത് ഭരണത്തിൽ വരുമെന്നും പറയുന്നു. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ CPM-ഉം ഒപ്പം തന്നെ അങ്ങും ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ വലിയ കണക്കുകൂട്ടലുകൾ അത് കഴിഞ്ഞല്ല, ആ ഭാഗം കഴിഞ്ഞു. ജനങ്ങൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞങ്ങൾ നല്ല രീതിയിലുള്ള ഒരു വിജയം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ 4-ാം തീയതി വരെ കാത്തിരുന്നാൽ മതിയല്ലോ. നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. വളരെ പോസിറ്റീവായ പ്രതികരണമാണ് പൊതുവെ വോട്ടർമാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കൂട്ടി കിഴിച്ച് വേറെ ഒന്നും ഇടപെട്ട് മാറ്റാൻ പറ്റുന്ന സമയമില്ല. എല്ലാം മെഷീനകത്തായി കഴിഞ്ഞു. നല്ല മാറ്റം ഉണ്ടാകും. കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ നമുക്ക് തുടരാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. CPM-ന്റെ ഒരു കണക്ക്, ജില്ലയിലെ കണക്ക് എങ്ങനെയായിരിക്കും? അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടതെന്ന് പറയുമ്പോൾ അങ്ങയുടെ ഒരു പ്രതീക്ഷയ്ക്ക് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഓരോ മണ്ഡലത്തിലും ഓരോ പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. പലതും ആ കാണുന്ന സാഹചര്യം വർക്ക് ചെയ്യുകയാണെങ്കിൽ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കൂടുതലായിട്ട് വരും. കഴിഞ്ഞ തവണത്തേക്കാളും മുന്നേറാൻ കഴിയുമെന്നാണ് പാർട്ടി കണക്കാക്കിയിട്ടുള്ളത്. ആ കണക്കാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് നടത്തിയിട്ടുള്ളത്. പൊതുവെ പാർട്ടിയുടെ ധാരണ കേരളത്തിലുള്ള കണക്കാക്കുമ്പോഴും അങ്ങനെ ഒരു ധാരണ തന്നെയാണുള്ളത്. ശതമാനത്തിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും ജില്ലയിലെ ബാധിക്കും? ശതമാനത്തിൽ അങ്ങനെ വലിയ മാറ്റമില്ലല്ലോ. മൊത്തം വോട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ വലിയ മാറ്റം കാണാൻ കഴിയില്ല. വോട്ട് എണ്ണം കൂടിയിരിക്കുന്നു. ചിലയിടത്ത് SIR വന്നപ്പോൾ ചില കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 5% വരെയൊക്കെ വോട്ട് കൂടുമെന്നാണ് പൊതുവെ കണക്കാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു വർധനവ് പൊതുവെ കാണുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് കണക്കുകൾ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു വർധനവ് കാണുന്നില്ല. പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്ന കണക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് പ്രസക്തമല്ല. ഞങ്ങൾ കണക്കാക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട രൂപത്തിൽ കേരളത്തിൽ ഈ ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങയുടെ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തകരടക്കം ചില സംഘർഷങ്ങളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് ചെറിയ പ്രശ്നങ്ങളാണ്. അത് എൻ്റെ ശ്രദ്ധ ഇപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ ചെറിയ ചില പ്രശ്നങ്ങളാണ്. പൊതുവെ വളരെ ശാന്തമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ മറികടന്നിട്ടുള്ളത്. വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഒരു സ്ഥലത്തുണ്ടതായിട്ട് കാണുന്നില്ല. അപ്പോൾ തന്നെ UDF-ഉം BJP-യും എങ്ങനെയാണ് കൈകോർക്കുന്നതായി, പലയിടങ്ങളിലും കൈകോർക്കുന്നതായി ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങളൊക്കെ? അവർ ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. കണക്ക് കൂട്ടലുകൾക്കൊപ്പമാകില്ല കാര്യങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ശ്രമമാണ് തുടക്കം മുതൽ നടത്തിയിട്ടുള്ളത്. 2 ഡെവലപ്മെന്റ് കാര്യങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടരുത് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്ന് തന്നെ നല്ല രീതിയിൽ കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇനിയൊരു കണക്കൂട്ടലിന്റെ ആവശ്യമില്ല, എന്തായാലും വലിയ രീതിയിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്.